ആ ലിക്വിഡിറ്റി അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് വരുന്നുള്ളൂ. കാരണം അവിടെ അത്യാവശ്യം ലാസ്റ്റ് ക്യാൻഡിലാണ് അത്യാവശ്യം നല്ല ഒരു സ്റ്റോപ്പ് റൺ, അതായത് അത്യാവശ്യം നല്ല സ്റ്റോപ്പ് ലോസുകൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടാകും. അതാണ് സ്റ്റോപ്പ് റൺ പോലെ ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലായിരിക്കും ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ക്യാൻഡിൽ അവിടെ നിന്ന് മൂവ്മെൻറ്റ്സ് എന്താണ്, ഇപ്പോൾ അവിടെ വീണ്ടും നെഗറ്റീവാണ് വരുന്നത് ഹയർ ലെവലിൽ. ആ ഒരു ഹയർ ലെവലിലെ നെഗറ്റിവിറ്റി എത്ര നേരം നിൽക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ വീണ്ടും ആ ഡെൽറ്റ -5 വന്നു. 5 ഒന്നും ഗോൾഡിനെ സംബന്ധിച്ച് വലിയൊരു സംഭവമല്ല. അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള നല്ല ബയേഴ്സ് വന്നേക്കുന്നതിൻ്റെ ഒരു ലക്ഷണവും ഇവിടെ ഉണ്ട്. അഗ്രസീവ് ബയേഴ്സ് വരുമ്പോഴാണ് ഇതുപോലെ ഗ്രീൻ കളറൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അഗ്രസീവ് സെല്ലർ വരുന്നു. അങ്ങനെയുള്ള ഓരോരോ ആക്ടിവിറ്റീസ് വരുന്നു. എന്തായാലും ആ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ലിക്വിഡിറ്റിയുടെ അടുത്തേക്ക് മാർക്കറ്റിനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മൂവ്മെൻറ്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. ആ മൂവ്മെൻറ്റ്സിന് ശേഷം എന്ത് ആക്ടിവിറ്റി ആണെന്നുള്ളതാണ് ബുക്ക് മാപ്പും ഓർഡർ ഫ്ലോയും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ മതിയാവും. അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ കണ്ടു അവിടുന്ന് ഓർഡർ ഡിലീറ്റ് ആയി പോകുന്നത്. ഞാൻ നേരത്തെ ഡൺ പക്ഷേ നെഗറ്റീവായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ബുക്ക് മാപ്പിൽ ലിക്വിഡിറ്റി എടുത്തു. ചെറിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. ചെറിയൊരു സാധനം. ഡേഞ്ചറാണ്. അതൊരു ഡേഞ്ചർ ഡിസിഷനാണ്. അടുത്ത എന്ത് ആക്ടിവിറ്റി ആണെന്നുള്ളത് ഈ ഒരു ക്യാൻഡിൽ ഡിസിഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒന്നും സെല്ലിംഗ് ഇല്ല കേട്ടോ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പരിപാടിയെ ഈ ഒരു റേഞ്ചിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് തന്നെയാണ് ഇവിടെ ലിക്വിഡിറ്റി എടുക്കുന്നത് കണ്ടത്. ലിക്വിഡിറ്റി അപ്പം തന്നെ പോയി വീണ്ടും അവർ മുകളിൽ ക്രിയേറ്റ്